ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ അൺബോക്സ് ചെയ്യുന്നത് ഷോമിയുടെ തന്നെ ഏറ്റവും പുതിയ ഫിറ്റ്നസ് ബാൻഡായ റെഡ്മി ബാൻഡ് 4 ആണ്. നമുക്ക് അൺബോക്സ് ചെയ്യുകയും മറ്റ് വിശേഷങ്ങളിലൊക്കെ ഒന്ന് കടന്നു പോവുകയും ചെയ്യാം. നമുക്ക് ബോക്സിൽ എന്തൊക്കെയാണ് അവർ നൽകിയിട്ടുള്ളത് എന്ന് നോക്കാം. ബാൻഡ് 3യിൽ നിന്നും ഒരുപാടധികം സ്പെസിഫിക്കേഷൻസ് അധികമുള്ളൊരു മോഡൽ തന്നെയാണ് ഈ ബാൻഡ് 4 എന്ന് പറയുന്നത്. ബാൻഡ് 3യുടെ സ്പെസിഫിക്കേഷൻസിനെ എത്രമാത്രം ഇത് ഓവർകം ചെയ്യുമെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ആദ്യമായി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ചാർജിങ് ഡോക്ക് കേബിളാണ്. നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡോക്ക് കേബിളാണ് നമുക്ക് പ്രൊവൈഡ് ആയിട്ടുള്ളത്. MI ബാൻഡ് 3യിൽ നിന്നും 4ലേക്ക് വരുമ്പോൾ ഇതിൽ സ്ലീപ്പിംഗ് ട്രാക്കറുണ്ട്. 50 മീറ്റർ ഉള്ളിലേക്ക് വരെ ഇത് ധരിച്ചുകൊണ്ട് നമുക്ക് വെള്ളത്തിൽ സഞ്ചരിക്കാവുന്നതാണ്. വാട്ടർ പ്രൂഫാണ്. ഇത് ചൈനയിൽ നിന്നും വാങ്ങിയത് കൊണ്ട് തന്നെയാണ് ഇത് ചൈനീസ് ഭാഷയിലാണ് ഇതിൻ്റെ കാറ്റലോഗും മറ്റു കാര്യങ്ങളുമൊക്കെ ഉള്ളത്. ഇന്ന് ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഫിറ്റ്നസ് ബാൻഡ് തന്നെയാണ് MIയുടേത്, അതും വളരെ ചെറിയ വിലയിൽ. കാറ്റലോഗിൽ പറയുന്നത് ഇതിൻ്റെ പാർട്സും പിന്നെ സ്ട്രാപ്പിൽ നിന്നും എങ്ങനെ റിമൂവ് ചെയ്യാമെന്നും റിസ്റ്റിൽ എത്ര അകലത്തിൽ കെട്ടണമെന്നും MI ഫിറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡും ചാർജ് ചെയ്യാൻ എങ്ങനെ ഡോക്കിൽ നിന്നും നിക്ഷേപിക്കണമെന്നും ഊരണമെന്നും ഒക്കെയാണ് കാറ്റലോഗിൽ നമുക്ക് ചിത്രം സഹിതം കാണിച്ചു തരുന്നത്. MI ബാൻഡ് 4 ഇതുവരെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല. ടോട്ടൽ 3 മോഡലാണ് കമ്പനി പുറത്തിറക്കിയത്. ഏറ്റവും ഹൈ മോഡൽ എന്ന് പറയുന്നത് അവഞ്ചേഴ്സ് മോഡലാണ്. അതിൻ്റെ താഴെ NFC ഉള്ള മോഡൽ, പിന്നെ NFC ഇല്ലാത്ത ബേസ് മോഡൽ. ഇത് NFC ഉള്ള ചൈനീസ് വേർഷൻ മോഡലാണ്. ഇത് ചൈനയിലുള്ള NFC ആയതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയിൽ കിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഇന്ത്യയിൽ ഇത് ഇറങ്ങാത്തത് കൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ കഴിയില്ല. ഇനി നമുക്കിതിൻ്റെ മറ്റ് ഫീച്ചേഴ്സുകളൊക്കെ നോക്കാം. ആദ്യം തന്നെ പറയാനുള്ളത് Amoled LED ഡിസ്പ്ലേയെ കുറിച്ച് തന്നെയാണ്. ബാൻഡ് 3യിൽ നിന്നുമുള്ള ഏറ്റവും വലിയൊരു മാറ്റമായിട്ട് തന്നെയാണ് നമുക്കിതിനെ കണക്കാക്കാവുന്നത്. ബാൻഡ് 3യിൽ നിന്നും ബാൻഡ് 4ലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയൊരു വ്യത്യാസമായി തന്നെ നമുക്ക് പറയാവുന്നതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. വളരെ ഫാസ്റ്റും സെൻസിറ്റീവും കൂടിയാണ്. നല്ലൊരു പെർഫോമൻസ് കാണിക്കുന്ന ഡിസ്പ്ലേ തന്നെയാണ്. ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ കൂടി ഉള്ളതുകൊണ്ട് തന്നെ നിലത്ത് വീണാൽ പൊട്ടുമെന്നുള്ള ഭയം നമുക്ക് വേണ്ട. ഈ സ്ക്രീനിൻ്റെ സെൻസിറ്റിവിറ്റി ഒരു പക്ഷേ ഒരു ഡീമെറിറ്റ് കൂടിയായിട്ട് മാറുന്നുണ്ട്. ഈ വെള്ളത്തുള്ളികളൊക്കെ ടച്ച് പോയിന്റിൽ വീണാൽ സ്ക്രീൻ ഓൺ ആവുകയും ഒരു ബാറ്ററി ഡ്രെയിനിന് കാരണമാവുകയൊക്കെ ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലെ ഫീച്ചേഴ്സൊക്കെ നോക്കാം. ഫസ്റ്റ് തന്നെ സ്റ്റാറ്റസ് ആണ്, പിന്നെ ഹാർട്ട് റേറ്റ്, അടുത്തതായിട്ടാണ് വർക്കൗട്ട് മോഡ് വരുന്നത്. അതിൽ തന്നെ ഒരുപാട് ഡിവിഷൻസ് വരുന്നത് ട്രെഡ്മിൽ, സൈക്ലിങ്, റണ്ണിങ്, വാക്കിങ്, എക്സസൈസ്, സ്വിമ്മിങ്, ഇതൊക്കെ പുതിയ പുതിയ മോഡ്സ് ആണ്. ഇതൊക്കെയാണ് MI 3യിൽ നിന്നും ബാൻഡിന് 4ലേക്ക് വരുന്ന പുതിയ പുതിയ ഡിഫറൻസ്. നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്താൽ ഫോണിലുള്ള ക്ലൈമറ്റ് നമുക്ക് ഇതുവഴിയും കാണാവുന്നതാണ്. പിന്നെ നോട്ടിഫിക്കേഷൻസും ഇതുവഴി തന്നെ കാണാം. അതിനൊക്കെ ആദ്യം നമ്മൾ MI ഫിറ്റുമായിട്ട് കണക്ട് ചെയ്യണം. സ്റ്റാറ്റസിലാണ് നമുക്ക് എത്ര സ്റ്റെപ്പ് നമ്മൾ നടന്നു, നമ്മുടെ എത്ര കലോറി കുറഞ്ഞു, എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്നുള്ളതൊക്കെ സ്റ്റാറ്റസിലാണ് കാണിക്കുക. ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്, മോർ എന്ന് പറഞ്ഞ്. അതിലാണ് കൂടുതൽ പുതിയ പുതിയ ഫെസിലിറ്റീസ് വന്നിട്ടുള്ളത്. ഒന്ന് DND ഉണ്ട്, അലാറം ഉണ്ട്, മ്യൂസിക് ഉണ്ട്, സ്റ്റോപ്പ് വാച്ച് ഉണ്ട്. നമുക്ക് ആദ്യം അലാറം നോക്കാം. MI ഫിറ്റ് ആപ്പ് വെച്ചിട്ട് വേണം നമുക്ക് അലാറം കൺട്രോൾ ചെയ്യാൻ. പിന്നെ മ്യൂസിക്കും നമുക്ക് ഇത് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് നമുക്ക് സ്റ്റോപ്പ് വാച്ച് നോക്കാം. നല്ലൊരു സ്റ്റോപ്പ് വാച്ച് തന്നെയാണ് MI ബാൻഡ് 4ൽ ഷോമി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ലാബ്സ് എന്ന ഓപ്ഷൻ കൂടിയുണ്ട്. നമ്മുടെ ഫോണിലേക്കുള്ള ഇൻകമിങ് കോൾസ് സൈലൻ്റ് ആക്കാനും റിജക്റ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ്. നമുക്കിത് റിസെറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നത് തന്നെയാണ്. ഇതിനൊന്നും MI ഫിറ്റിൻ്റെ ആവശ്യമില്ല. ഇതിൽ അതുപോലെ തന്നെ ടൈമറും ഉണ്ട്. ടൈമർ നമുക്ക് ഇതിൽ തന്നെ സെറ്റ് ചെയ്ത് ഇതിൽ തന്നെ നമുക്ക് റിസെറ്റൊക്കെ ചെയ്യാവുന്നതാണ്. ഇതിനൊന്നും നമുക്ക് MI ഫിറ്റിൻ്റെ ആവശ്യമില്ല.
ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് എത്രത്തോളം നമുക്ക് ഫിറ്റ്നസ് കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണെന്ന്. അതുപോലെ തന്നെ ഈ ബാൻഡ് വെച്ചിട്ട് നമ്മളെ ബാൻഡുമായി പെയർ ചെയ്ത ഫോൺ നഷ്ടപ്പെട്ടാലോ മറ്റോ നമുക്ക് ബെല്ലടിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ബാൻഡ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫോൺ സൈലൻ്റ് ആക്കാൻ പറ്റും. അടിയിലുള്ളത് അലിപ്പയാണ്, അത് NFC ഉപയോഗിക്കാനുള്ളതാണ്. അത് ചൈനയിൽ മാത്രമേ യൂസ് ആവുള്ളൂ. ഈ ബാൻഡിൽ തന്നെ നമുക്ക് 3 ഡിസ്പ്ലേസ് അവൈലബിൾ ആണ്. അതിന് നമ്മൾ MI ഫിറ്റുമായിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. MI ഫിറ്റ്, അമേസ് ഫിറ്റ് പോലുള്ള ആപ്ലിക്കേഷൻസുമായി നമുക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ 70-ൽ പരം പുതിയ ഡിസ്പ്ലേസ് നമുക്ക് ഇതിലേക്ക് സിങ്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് പോകാം. സെറ്റിങ്സിൽ നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ബ്രൈറ്റ്നെസ് ഏറ്റവും ലോ മോഡിലിട്ടാൽ നമുക്ക് കാണാൻ വളരെ നേരിയ വെളിച്ചം മാത്രമേ ഉള്ളൂ. നമുക്കിതിനത് കൂട്ടാം. നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ വേരിയേഷൻസ് ബ്രൈറ്റ്നെസ് കൂട്ടുമ്പോഴുള്ള. അടുത്തതായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ലോക്ക് സ്ക്രീൻ ഓപ്ഷനാണ്. അതിൻ്റെ അടിയിൽ റിബോട്ട് ഓപ്ഷൻ ഉണ്ട്, ഫാക്ടറി റിസെറ്റ് ഓപ്ഷൻ ഉണ്ട്, റെഗുലേറ്ററി ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെയും താഴെ എബൌട്ട്. ലോക്ക് സ്ക്രീന് നമ്മൾ ഓണാക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴാണോ ബാൻഡ് ഓണാക്കുന്നത് അന്നപ്പോൾ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് ഒന്ന് സ്വൈപ്പ് ചെയ്യണം, എന്നാലേ അത് അൺലോക്ക് ആവുകയുള്ളൂ. അതിന് താഴെയുള്ള റിബൂട്ടും ഫാക്ടറി റിസെറ്റൊക്കെയാണ്. അതിൻ്റെ ഏറ്റവും താഴെ എബൌട്ട് ഓപ്ഷൻ ഉണ്ട്. അതിൽ പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് 5 ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മെറിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡിസ്റ്റൻസ് ഈ ബ്ലൂടൂത്തിൻ്റെ കവറേജ് കിട്ടുന്നതാണ്. ഇതാണ് MI Band 4ൻ്റെ ഹാർട്ട് റേറ്റിംഗ് സെൻസർ. MI ഫിറ്റുമായിട്ട് ബാൻഡ് കണക്ട് ചെയ്താൽ നമുക്ക് കുറേ അധികം ഡിസ്പ്ലേസ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ 70-ൽ പരം ഡിസ്പ്ലേസ് അവൈലബിൾ ആയിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് സിങ്ക് ചെയ്യാണ് വേണ്ടത്. സിങ്ക് ചെയ്യുമ്പോൾ ബാൻഡ് ഫോണുമായിട്ട് അടുപ്പിച്ച് വെക്കുക, എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ സിങ്ക് ആവുന്നതാണ്. പല വെറൈറ്റിയിലുള്ള ഡിസ്പ്ലേസ് നമുക്ക് ഇതിൽ ഉണ്ട്. ഇഷ്ടമുള്ളത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഡിസ്പ്ലേകളിൽ വളരെ സിമ്പിളും നല്ല വെറൈറ്റിയുമായിട്ടുള്ള പല വിധത്തിലും തരത്തിലുമുള്ള ഡിസ്പ്ലേ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിഷ്ടമുള്ളത് എടുക്കാവുന്നതാണ്. ഇതൊക്കെ തന്നെയാണ് MI Band 3ൽ നിന്നും MI Band 4നെ തികച്ചും വ്യത്യസ്തമാക്കുന്നത്. അടുത്തതായി നമുക്കിതിൻ്റെ ചാർജിങ് നോക്കാം. ബാൻഡിൻ്റെ ക്യാപ്സ്യൂൾ എടുത്ത് ഇതിൻ്റെ ചാർജിങ് ഡോക്കിലേക്ക് പ്ലഗ് ചെയ്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കണക്ടറിലേക്ക് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് 20 ദിവസം വരെയുള്ള ബാറ്ററി ലൈഫാണ് കമ്പനി നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.
താങ്ക് യു ഫോർ വാച്ചിങ്.